ഹായ് എവരിവൺ, വെൽക്കം ടു മൈ ന്യൂ യൂട്യൂബ് ചാനൽ. അങ്ങനെ ഞാനും യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത്. സോ എല്ലാത്തിനും ഒരു സമയവും കാലവും ഉണ്ടെന്ന് പറയുന്ന പോലെ ഇന്ന് ആ ടൈം എത്തിയിരിക്കുകയാണ്. സോ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായിരിക്കണം, എങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ഇന്ന് ചിങ്ങം 1 മലയാള മാസം തുടക്കം ഇട്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടോടു കൂടി എൻ്റെ ജൈത്രയാത്ര ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമുക്ക് ഫസ്റ്റ് വീഡിയോയിലോട്ടൊന്ന് പോവാം. നമ്മുടെ കഴിഞ്ഞു പോയ കാലത്തെക്കുറിച്ചും ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാലത്തെക്കുറിച്ചും ഇനി നടക്കാനിരിക്കുന്ന കാലത്തെക്കുറിച്ചും നമ്മളുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത, നമ്മളെ അറിയാത്ത ഒരാള് ഡീറ്റെയിൽസ് ആയിട്ട് പറയുവാണെങ്കിൽ അത്ഭുതം തോന്നുന്നുണ്ടോ? യെസ്, എനിക്ക് തോന്നുന്നുണ്ട്. അതെ, ഞാനിപ്പോ നിൽക്കുന്നത് നമ്മുടെ ട്രിവാൻഡ്രം ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ നടയിലുള്ള അഗസ്ത്യനാഡി ജ്യോതിശാലയത്തിലാണ്. ഈ ഒരു സ്ഥലത്തെ കുറിച്ച് ഒരുപാട് പേർക്ക് അറിയായിരിക്കും, എന്നാൽ അറിഞ്ഞുകൂടാത്ത ആൾക്കാരെ കാണും. സോ അവർക്കെല്ലാമായിട്ടാണ് എൻ്റെ ഇന്നത്തെ ഈ ചാനലിലെ ഫസ്റ്റ് വീഡിയോ. സോ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമുക്ക് അകത്തേക്ക് ഒന്ന് പോകാം. ഇതാണ് ഉത്തമൻ ചേട്ടൻ. ചേട്ടനാണ് ഇവിടുത്തെ മെയിൻ ആള്. ചേട്ടൻ എത്ര ഇയേഴ്സ് ആണ് സ്റ്റാർട്ട് ചെയ്തത്? ഇത് 4th ജനറേഷൻ കഴിഞ്ഞ് 5ാമത്തെ ജനറേഷനാണ് ഇത് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് എங்களுடைய ഹെഡ് ഓഫീസ് വൈത്തീശ്വരൻ കോயில் അവിടെയാണ് നോക്കിക്കൊണ്ടിരുന്നത്. പിന്നെ ഇവിടെ അവിടെ ഒരു ആൾക്കാർ നോക്കിയത് அவங்களுக்கு ഇഷ്ടപ്പെട്ടു പോയി. പറഞ്ഞ കാര്യങ്ങൾ சரியாയിട്ട് വന്നത് കൊണ്ട് അങ്ങേര് മുഖാന്തരമായിട്ടാണ് നമുക്ക് ഇവിടെ സ്ഥാപനം തുടങ്ങിയത്. ഇവിടെ തുടങ്ങുന്ന സമയം 1998 തുടങ്ങിയത്. ഞാനല്ല, എൻ്റെ ചേട്ടൻ, എൻ്റെ മാമൻ എല്ലാം തുടങ്ങിയ ശേഷം അത് അങ്ങനെ പോയിക്കൊണ്ടിരുന്ന് ഇവിടെ ഏകദേശം ഒരു 30 കൊല്ലം കഴിഞ്ഞു. 30 കൊല്ലം ആയിട്ടുണ്ട് ഇവിടെ നോക്കി സ്ഥാപനം ഇവിടെ തുടങ്ങി 30 കൊല്ലം ആയിട്ടുണ്ട്. ഇത് എങ്ങനെയാണ് നോക്കുന്നതെന്ന് വെച്ചാൽ എല്ലാവർക്കും നാടി കിട്ടില്ല. ഈ താടി കൊല്ലം എല്ലാവർക്കും കിട്ടില്ല. അവങ്ങൾക്കും ഉള്ള യോഗങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ കിട്ടും. അതായത് പുനർ ജന്മത്തിൽ ചെയ്ത പാവങ്ങൾ ഉള്ള ആൾക്കാർക്ക് അത് മാറ്റാനുള്ള വഴികൾ ഉണ്ടെങ്കിൽ മാത്രമേ കിട്ടത്തുള്ളൂ. യോഗം ഉണ്ടെങ്കിൽ മാത്രമേ കിട്ടും. വരുന്ന സമയത്ത് തന്നെ നമുക്ക് കിട്ടുമോ കിട്ടാതോ എന്ന സംശയത്തോടെ വരരുത്. അതുകൂടാതെ നോക്കിയതിന് ശേഷം ഇതൊന്നും അലക്ഷ്യപ്പെടുത്താൻ പാടില്ല. അത് ഏത് രീതിയിലാണ് നിങ്ങൾക്ക് ഭാവി ജീവിതങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അതിൻ്റെ രീതിയിൽ തന്നെ താങ്കൾ മുന്നോട്ട് പോകണം. പക്ഷെ താങ്കൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ എടുത്ത് ചെയ്യാം. അതിനിടയ്ക്ക് ഇതിൽ എങ്ങനെ പറഞ്ഞിട്ടുണ്ടോ അതുപോലെ താങ്കൾ എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാവി ജീവിതങ്ങൾ ശരിயான രീതിയിൽ പോകാൻ പറ്റും. ഇത് നാട് ജ്യോതിഷം എന്താണെന്നാക്കാ വാഴ്ക്കയിനുடைய രഹസ്യങ്ങളായിട്ടാണ് മുൻകൂട്ടി അറിയാനുള്ളത്. ആക്ച്വലി ഇതെന്ന് പറയുന്നത് എല്ലാ മനുഷ്യരുടെയും കഴിഞ്ഞു പോയ കാലത്തെക്കുറിച്ചും അല്ലെങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാലത്തെക്കുറിച്ചാണെങ്കിലും അതും അല്ലെങ്കിൽ നടക്കാൻ പോകുന്ന കാലത്തെക്കുറിച്ചും ഒക്കെ പണ്ടത്തെ ഹിന്ദു ഋഷിമാരല്ലേ അവർ മുൻകൂട്ടി കാണുകയും അതവർ താളിയോലകൾ രേഖപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളൊരു വിശ്വാസത്തിന്റെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരിടമാണിത്. ശരിക്കും ഇതിന്റെ പ്രാഥമിക കേന്ദ്രം വരുന്നത് തമിഴ്നാട്ടിലെ വൈത്തീശ്വരൻ കോവിലാണ്. നോക്കിയ ആൾക്കാർക്ക് ഒരുപാട് വിശ്വാസങ്ങൾ സാറ്റിസ്ഫാക്ഷൻ ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ ബാക്കിയുള്ള ആൾക്കാർ പറയും. അങ്ങനെ പറഞ്ഞാൽ ഇങ്ങനെ നമുക്ക് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നത്. വന്നിട്ടുണ്ട്. ഏട് എടുക്കുന്നതെന്നാക്കാ വരുന്ന ആൾക്കാർക്ക് ആണുങ്ങൾക്ക് വലത് കൈ, പെൺകൾക്ക് ഇടത്ത് കൈ, തലവിരൽ രേഖ. ഇപ്പൊ ഇതിന്റെ ഫിംഗർ പ്രിന്റുക്ക് ഒരു പേരുണ്ട്. ആൾക്കാർക്ക് നിങ്ങളുടെ തമ്പുക്ക് ഏത് പേരിന് അനുസരിച്ച് ഇതുപോലത്തെ ഗ്രന്ഥങ്ങൾ നോക്കിയെടുക്കും. നമ്മുടെ ഫിംഗർ പ്രിന്റ് യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് തള്ള വിരൽ അടയാളത്തിൽ കൂടിയാണ് നമ്മുടെ ഈ ഒരു ജാതകം അവർ വ്യാഖ്യാനിക്കപ്പെടുന്നത്. ഇതിനെ അവർ ഏട് എന്നാണ് പറയുന്നത്. അപ്പൊ നോക്കിയെടുത്തിട്ട് ഇതിൽ എത്ര ലീഫ് കാണും. ഒരാൾക്ക് ഇതുപോലത്തെ ഗ്രന്ഥങ്ങൾ 5 ഇല്ലെങ്കിൽ 6 എണ്ണം കാണും. അല്ല ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തിനകത്ത് താളിവള കിട്ടും. അത് എങ്ങനെയെന്നാക്കാ നിങ്ങൾ ജനിച്ച സമയത്തിൽ, ജനിച്ച ആഴ്ചയിൽ, ജനിച്ച ദിവസത്തിൽ, ജനിച്ച മാസത്തിൽ കുറേ ആൾക്കാർ ജനിച്ചിട്ടുണ്ട്. ആ സമയത്തിൽ ഇപ്പം നിങ്ങൾ ഒരു സമയത്ത് ജനിച്ചിരിക്കും, വെള്ളിയാഴ്ച ജനിച്ചിട്ടുണ്ട്, ഒരു രാവിലെ ഒരു 8 മണിക്ക് ജനിച്ചിരിക്കും. അതേ സമയത്ത് വേറെ ആൾക്കാർ ജനിച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങളുടെ പേര് വരും, അച്ഛൻ്റെ പേര് വരും, അമ്മയുടെ പേര് വരും, പിന്നെ ഭർത്താവിൻ്റെ പേര് മാറിപ്പോകും. അതല്ലാതെ അച്ഛൻ്റെ പേര് മാറിപ്പോകും. ഇങ്ങനെ ഓരോരോ ആൾക്കാർക്കും ഇങ്ങനെ മാറിപ്പോയി കഴിഞ്ഞാൽ അങ്ങനെ മാറിപ്പോകാൻ പാടില്ല. എല്ലാം കൃത്യമായിട്ട് വരും. അതെ തപ്പി എടുക്കണം. അത് തപ്പി എടുക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഇല്ലെങ്കിൽ ഒരാൾക്ക് നോക്കാൻ എനിക്ക് ഒരു ദിവസം ആകും. ഇപ്പൊ അടുത്തുള്ള ആൾക്കാർ നോക്കണമെങ്കിൽ ഒരാൾക്ക് നോക്കാൻ ഏകദേശം ഒരു 3-3.5 മണിക്കൂർ സമയം എടുക്കും. അപ്പൊ തമ്പി എടുത്ത് ഗ്രന്ഥങ്ങൾക്ക് ഏത് പേരാണെന്ന് ഇപ്പൊ ഗ്രന്ഥങ്ങൾ എടുത്ത് ഇതിനകത്ത് ഓരോ ലിഫായിട്ട് തപ്പി എടുക്കും. അതിനകത്ത് നിങ്ങളുടെ പേര്, അച്ഛൻ്റെ പേര്, അമ്മയുടെ പേര്, വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഭർത്താവിൻ്റെ പേര്, ഭാര്യയുടെ പേര്, നിങ്ങൾ എത്ര വിവാഹം കഴിച്ചിട്ടുണ്ട്, അപ്പോൾ അവങ്ങളുടെ പേര്. അപ്പോൾ നമുക്ക് കുട്ടികൾ 18 വർഷം 20 വർഷം കൂടെ കുട്ടികളില്ലാതെ ഉണ്ട്.
അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം നോക്കിയിട്ട് എപ്പോൾ കുട്ടികൾ ഉണ്ടാകും എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയും. അത് എന്തുകൊണ്ടാണ് കുട്ടികൾ ഇല്ലാതെ പോയിരിക്കുന്നത് എന്ന് അവർക്കുള്ള ഡീറ്റെയിൽസ് നമുക്ക് ഇതിനകത്ത് പറയും. പരിഹാരവും ഉണ്ടായിരിക്കും. അപ്പോൾ പരിഹാരങ്ങളും അവർക്കുള്ള പ്രതിബദ്ധ പരിഹാരങ്ങളും ദിശയിൽ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അത്ഭുതം തോന്നി. കാരണം നമ്മുടെ കാര്യങ്ങളൊക്കെ, നമ്മുടെ ഭാവി കാര്യങ്ങളും കഴിഞ്ഞുപോയ കാര്യങ്ങളൊക്കെ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മഹർഷിമാർ രേഖപ്പെടുത്തി വെച്ചിരിക്കുക എന്ന് പറയുന്നത് അതൊരു ഭയങ്കര ഒരു മിറാക്കിളായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ എല്ലാവർക്കും ഇത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ ഇവിടെ വന്ന് കണ്ട് അത് അനുഭവിച്ച് അത് മനസ്സിലാക്കുമ്പോൾ നമുക്ക് വിശ്വസിക്കാതിരിക്കാനും പറ്റില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു യാഥാർത്ഥ്യം. ഏത് പ്രായം തൊട്ട് നമുക്ക് ഏടെടുക്കാൻ സാധിക്കും? നോക്കുന്ന പ്രായം വന്നിട്ട് 8ാം ക്ലാസ് തൊട്ട് നോക്കും. 8ാം ക്ലാസ് എട്ടാം ക്ലാസ് ആൾക്കാർ നോക്കിയിട്ട് കറക്റ്റായിട്ട് സമയത്തിന് വന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഏതാ എന്റെ മകൾക്ക് വന്നിട്ട് പറഞ്ഞ സമയത്താണ് വിവാഹം കഴിച്ചിരിക്കുന്നത് അങ്ങനെ പറഞ്ഞു. അത് എന്റെ നേരിട്ടും കണ്ടിട്ടുണ്ട്, നേരിട്ട് വന്ന് ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്. വിവാഹത്തിന് ശേഷം എല്ലാവരും ഇവിടെ വന്നും പോയിട്ടുണ്ട്. ഇവിടെ രാഷ്ട്രീയമാരെ നോക്കിയിട്ടുണ്ട്, സിനിമയിലുള്ള ആൾക്കാരെ നോക്കിയിട്ടുണ്ട്, എല്ലാ ഫീൽഡിലും ആൾക്കാരും നോക്കി. ഈ ഏടുകളെ ഓരോ കാണ്ഡങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. അതായത് പൊതുവായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ആദ്യം പറഞ്ഞു തരും നമ്മൾ പോകുന്ന സമയത്ത്. പിന്നെ നമുക്ക് ഓരോ കാണ്ഡങ്ങളായിട്ട് എടുത്തുകൊണ്ട് ഓരോ മേഖലയെക്കുറിച്ചൊക്കെ നമുക്ക് ഡീപ്പായിട്ട് അറിയാൻ പറ്റും. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് വിവാഹകാന്ഡം, സന്താനകാന്ഡം, ഉദ്യോഗകാന്ഡം, അതുപോലെ തന്നെ ഔഷധകാന്ഡം, മരണകാന്ഡം, അങ്ങനെ ടോട്ടൽ 27 കാണ്ഡങ്ങളാണ് ഉള്ളത്. ഇന്ത്യൻസ് മാത്രമാണോ അതോ പുറത്തുനിന്ന് ആൾക്കാരോട് വരാറുണ്ടോ? ഇല്ല, ഇവിടത്തുള്ള ആൾക്കാർ വരുന്നുണ്ട്, പുറം രാജ്യത്തിലുള്ള ആൾക്കാരും ഇവിടെ വരുന്നുണ്ട്. ഏട് കിട്ടിയതിന് ശേഷം ഇതുപോലൊരു ബുക്കുണ്ട്. ഈ ബുക്കിനകത്തായിരിക്കും നമ്മുടെ ഭാവി കാര്യങ്ങളെക്കുറിച്ചും കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ചും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ തമിഴിലാണ് എഴുതിയിരിക്കുന്നത്. ഗ്രഹനില കാണും, അത് കഴിഞ്ഞിട്ട് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ തമിഴിലായിരിക്കും എഴുതിയിരിക്കുന്നത്. പിന്നെ പരിഹാരവും അവർ ഈ ബുക്കിൽ തന്നെയായിരിക്കും എഴുതി തരുന്നത്. പിന്നെ ഏത് ഭാഷക്കാരാണോ അറിയാനായിട്ട് വരുന്നത് അവർക്ക് വേണ്ടിയിട്ടൊരു ട്രാൻസ്ലേറ്ററിനെ കൂടെ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്കും ഒക്കെ ഉപരി ഇനി നടക്കാൻ പോകുന്ന കാര്യത്തിനെ കുറിച്ചിട്ടായിരിക്കും നമുക്കൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടാകുന്നത്, അല്ലേ? നമ്മുടെ ഫ്യൂച്ചർ എന്താകും എന്നുള്ള കാര്യത്തിൽ നമ്മളെല്ലാവരും ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്. അപ്പോൾ നിങ്ങളുടെ ഭാവി എങ്ങനെയായിരിക്കും എന്നറിയാനായിട്ട് നിങ്ങൾക്ക് ഇവിടെ വരാം. നിങ്ങളുടെ ഫ്യൂച്ചർ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരും. അതുപോലെ തന്നെ എന്തെങ്കിലും പ്രശ്നദോഷങ്ങൾ ഉണ്ടെങ്കിൽ അതിൻ്റെ പരിഹാരവും നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ കിട്ടും. ഇവിടുത്തെ സമയം എന്ന് പറയുന്നത് 9:30 മുതൽ 6:30 മണി വരെയാണ്. അപ്പോൾ ഇതിനുള്ളിലായിരിക്കും നിങ്ങൾക്ക് ഏടെടുക്കാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ജീവിതവും ഇനി സുരക്ഷിതമാക്കാം ഇവിടെ വന്നത്. താങ്ക് യു.